Dear students, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡായിട്ടുള്ള ARR, ദാറ്റ് ഈസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ എന്താണ് ARR, എങ്ങനെയാണ് അതിൽ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് പല പേരിൽ അറിയപ്പെടാറുണ്ട്. ഇത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ARR എന്ന് പറയാറുണ്ട്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അങ്ങനെയും ARR എന്ന് പറയാറുണ്ട്, ക്ലിയർ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് ചില സമയത്ത് പറയാറുണ്ട്, ക്ലിയർ. അതുപോലെ തന്നെ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്നുകൂടെ പറയാറുണ്ട്. ദെൻ അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അങ്ങനെയും പറയാം, ക്ലിയർ. അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, ക്ലിയർ. ഇങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിലൊക്കെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ മോറോലെസ് ഇതിൻ്റെ മെത്തഡോളജിയും കാൽക്കുലേഷനൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസമാണ്, ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. സോ എന്താണ് ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു അല്ലേ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ്സിൽ ഒരേ ഒരു മെത്തേഡ് മാത്രമേ ക്യാഷ് ഇൻഫ്ലോസ് കൺസിഡർ ചെയ്യാതെ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി നൽകുന്നത്, അല്ലേ. അങ്ങനെയുള്ളൊരു മെത്തേഡാണെന്ത് ARR, അല്ലേ. സോ ARR ഈസ് ദ ഓൺലി മെത്തേഡ് വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി അക്കൗണ്ടിങ് പ്രോഫിറ്റ് റാദർ ദാൻ ക്യാഷ് ഇൻഫ്ലോ. എന്താണ് ക്യാഷ് ഇൻഫ്ലോ എന്നൊക്കെ നമുക്കറിയാം, അല്ലേ. അപ്പം അത്തരത്തിൽ മറ്റുള്ള മെത്തേഡെല്ലാം ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺസിനെ മെഷർ ചെയ്യുന്നതും അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, അത് അക്കൗണ്ടിങ് റേറ്റിലെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് പറയുന്നത്, ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ബിക്കോസ് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ്. ഓക്കെ, അതുപോലെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയാൻ കാരണം എന്താ, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഒരു നമ്മൾ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ വർഷത്തേക്ക് റിട്ടേൺ കിട്ടും, പ്രോഫിറ്റ് കിട്ടും, അല്ലേ. അക്കൗണ്ടിങ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഏത് പ്രോഫിറ്റ് എടുക്കണം ഇവിടെ? അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഈ കിട്ടുന്ന എക്സ്പെക്റ്റഡ് ലൈഫിൽ കിട്ടുന്ന പ്രോഫിറ്റുകളെ എല്ലാം കൂടെ നമ്മൾ സമ്മേഷൻ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുന്നു, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് പ്രോഫിറ്റാണ്. എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് എടുക്കുക? ടോട്ടൽ പ്രോഫിറ്റ്സ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് പ്രോജക്ട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, ക്ലിയർ. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെ ആവറേജ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നു, ക്ലിയർ. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്, ക്ലിയർ. എന്തുകൊണ്ടാണ് ഇതിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു അതിന് എത്ര റിട്ടേൺ കിട്ടുന്നു എന്നാണ് നോക്കുന്നത്, ക്ലിയർ. സോ ഹൗ മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വി ഹാവ് മെയ്ഡ്, ക്ലിയർ, ആൻഡ് വാട്ട് റിട്ടേൺ ദാറ്റ് വി ആർ ഗെറ്റിംഗ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പെർസെൻറ്റേജ് രൂപത്തിൽ റിട്ടേണെ മാറ്റുന്നു, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഈ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് രൂപത്തിലാണ് കിട്ടുക. അങ്ങനെ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്ലിയർ. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റേറ്റ് ഓഫ് റിട്ടേൺ ആയതുകൊണ്ട് ഇതിനെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്നുകൂടെ പറയും, ROI മെത്തേഡ്, ക്ലിയർ. അങ്ങനെയും പറയാം. അതുപോലെ അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. വൈ ഇറ്റ് ഈസ് കോൾഡ് അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്? എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ ഒഴിവാക്കിയിരിക്കുന്നത്? ടൈം വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്, ക്ലിയർ. സോ വി ആർ നോട്ട് taking into account the time value of money here, clear. So as we are not taking into account the time value of money, clear, so there is no adjustment related to time value and therefore the rate of return calculated is called as unadjusted rate of return, clear. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു, അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇങ്ങനെ ഓരോ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, അവിടെ ക്യാഷ് ഫ്ലോസ് അല്ല, ആനുവൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആനുവൽ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ARR ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിവൈഡിങ് ദി ആവറേജ് ഇൻകം, ക്ലിയർ, വിത്ത് ദി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ രണ്ട് വേരിയബിൾസാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ARR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലേ, നിങ്ങൾ സ്ക്രീനിൽ എൻ്റെ ഫോർമുല കാണുന്നുണ്ട്. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ടു ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ divided by average investment, clear. So we are taking average profit as a numerator and average investment as the denominator.
ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സോ ടോട്ടൽ പ്രോഫിറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ക്ലിയർ? അതുപോലെ തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും ഇനീഷ്യലി ഒരു തവണയെ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും നമ്മൾ? സോ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇനി അതല്ലെങ്കിൽ വേറെ രീതിയിലും ആവറേജ് പ്രോഫിറ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ക്ലിയർ? ദാറ്റ് ഈസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആവറേജ് റിട്ടേൺ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ദി ഏർണിങ്സ് and dividing them by the project's life or number of years. Clear? So under ARR method, the cash inflows, clear, means the earnings after depreciation and tax, that is accounting profit and not the cash inflow. ഇവിടെ cash inflow എല്ലാം എടുക്കുന്നത് accounting profit ആണ് എടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. Okay, so the amount of scrap value is first deducted, clear, and then added back. അല്ലേ, നമ്മൾ ലാസ്റ്റ് നോക്കിയുള്ള ഇതിൽ ആദ്യം സ്ക്രാപ്പ് വാല്യൂവിന് നമ്മൾ കുറയ്ക്കുന്നു. ക്ലിയർ? കാരണം എന്താ? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും സ്ക്രാപ്പ് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് കിട്ടേണ്ടി വരും. ക്ലിയർ? ദെൻ പക്ഷേ വീണ്ടും സ്ക്രാപ്പ് വാല്യൂവിനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ കാരണം? സോ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി ആനുവൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ക്ലിയർ? However, the amount is blocked altogether the life of the project. അല്ലെ, സ്ക്രാപ്പ് വാല്യൂ നമ്മളിവിടെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും സ്ക്രാപ്പ് വാല്യൂവിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അല്ലേ, അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് പിന്നീട് ആഡ് ബാക്ക് ചെയ്യുന്നു. ക്ലിയർ? ഏതിലേക്ക് ആഡ് ബാക്ക് ചെയ്യുന്നു? ഈ കിട്ടുന്ന വാല്യൂയിലേക്ക് ആഡ് ബാക്ക് ചെയ്യുന്നു. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂയിലേക്ക് ആഡ് ബാക്ക് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്ക്രാപ്പ് വാല്യൂ വീണ്ടും ആഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ആഡഡ് ബാക്ക് ടു ഫൈൻഡ് ഔട്ട് ദി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മൈനസ് ചെയ്യാതെ സ്ക്രാപ്പ് വാല്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും? ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം സ്ക്രാപ്പ് വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യാം. കാരണം ഈ സ്ക്രാപ്പ് വാല്യൂവിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നില്ല. ക്ലിയർ? സോ ഇറ്റ് ഈസ് ബ്ലോക്കഡ് അപ്പ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്യാം. അതല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? നെറ്റ് കണ്ടുപിടിച്ചിട്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലസ് സ്ക്രാപ്പ് വാല്യൂ കൂടെ ആഡ് ബാക്ക് ചെയ്യും. ക്ലിയർ? സോ സംടൈംസ് ദ പ്രോജക്റ്റ് മേ ഓൾസോ റിക്വയർ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ചിലപ്പോൾ ഒരു പ്രോജക്റ്റിന് അല്ലേ, ഒരു പുതിയ മെഷീനറിയോ അല്ലെങ്കിൽ പ്രോജക്റ്റൊക്കെ വരുന്ന സമയത്ത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടെ വേണ്ടി വരാം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത്തരത്തിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റലാണോ അഡീഷണൽ വേണ്ടത് അത് ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. അല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫോർമുല എങ്ങനെയായിട്ട് വരും? അല്ലേ, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ നേരത്തെ നോക്കിയത്. ക്ലിയർ? പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെങ്കിൽ ഒരു പ്രോജക്റ്റിന് അല്ലെ അതിൻ്റെ ഫലമായി നിലവിലുള്ള വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് എമൗണ്ട് വേണമെങ്കിൽ അത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ ദാറ്റ് വി വിൽ ആഡ് ഇറ്റ്. ക്ലിയർ? ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? അതും ഫിക്സഡ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് എപ്പോഴും കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ആഡ് ചെയ്യണം. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ ആദ്യം ഒറിജിനൽ കോസ്റ്റ് നിന്ന് മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്ത് അല്ലേ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? സ്ക്രാപ്പ് വാല്യൂവിനെ ആഡ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ARR എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ നോക്കിയ പോലെ പ്രോഫിറ്റ് നമ്മൾ ആവറേജ് എടുത്തു, അതിനെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തു. ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വീണ്ടും ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ARR പെർസെൻറ്റേജ് രൂപത്തിലാണ് കിട്ടുക. ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് രൂപത്തിൽ കിട്ടും. ക്ലിയർ? സോ ഇഫ് യു മേ ക്ലിയർ ഇൻറ്റു മൾട്ടിപ്ലൈഡ് വിത്ത് 100 ക്ലിയർ ദെൻ ഇറ്റ് വിൽ ബി ഇൻ പെർസെൻറ്റേജ്. അതല്ലെങ്കിൽ ഡെസിമലായിട്ട് വരും, അത് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ എടുക്കാം. ക്ലിയർ? ഡെസിമലായിട്ടായിരിക്കും കിട്ടുക. സോ ഇമ്പോർട്ടൻറ്റ് നോട്ട്.
Annual earnings after depreciation taxes are used to calculate ARR. അപ്പോൾ ARRന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് is only method which takes the accounting profit, that is profit after depreciation and tax. Clear? Decision rule. എന്താണ് ARR മെത്തേഡിൻ്റെ ഡിസിഷൻ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും. Clear? So the decision rule is that a higher the ARR, the better will be the project. Clear? ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ARR ആണ് നമ്മൾ എടുക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ARR നോക്കുന്നു അല്ലേ, ഒരു പ്രോജക്റ്റിൻ്റെ ARR നോക്കുന്ന ഒരു സിംഗിൾ പ്രോജക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആവശ്യമായിട്ടുണ്ടാവും. അല്ലേ, ഇത്ര റിട്ടേൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിനേക്കാളും കൂടുതലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. Clear? So in the case of a single project, clear, if the ARR calculated is above or equal to the acceptable rate of return, clear, then the project will be selected. Clear? Otherwise the project will be rejected. Clear? For investment. In the case of alternative projects, എന്താണ് ഈ ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സ്? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, നമുക്കറിയാം. ഓക്കെ, ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സ് എന്താ? അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്താ, കുറേയധികം പ്രോജക്റ്റ് ഉണ്ട്, ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ക്ലിയർ? അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ, അപ്പോഴാണ് ഇതിനെ ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സ് അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? സോ ഇൻ ദ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്ട്സ് ഓർ ആൾട്ടർനേറ്റീവ് പ്രോജക്റ്റ് അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രോജക്റ്റിന് അല്ലേ കുറേ പ്രോജക്ട്സ് നമ്മൾ ARR കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ARR വരുന്നത് ഏതാണോ, ഏത് പ്രോജക്റ്റിനാണോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. ക്ലിയർ? സിംഗിൾ പ്രോജക്റ്റിൻ്റെ കേസും അതുപോലെ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്ന പ്രോജക്റ്റുകളുടെ കേസിൽ നമ്മൾ ഈ രീതിയിലാണ് തീരുമാനം എടുക്കുക. ക്ലിയർ? ഓക്കെ. സോ ഇഫ് ദി പ്രോജക്ട്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റിൻ്റെ സെലക്ഷൻ മറ്റുള്ള പ്രോജക്റ്റുകളുടെ ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സിൻ്റെ സെലക്ഷൻ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, the selection of one project automatically rejects, clear, the other alternative projects, then the projects are called as alternative projects, that is mutually exclusive projects. Clear? That is mutually exclusive. One accept ചെയ്യുമ്പോൾ മറ്റുള്ളത് റിജക്റ്റ് ചെയ്യും. The accepting of one project will automatically, clear, leads to the rejection of all other alternative projects. So that is mutually exclusive. So the project of higher rate of return is selected. So if the calculated ARR is equal or more than the company's target rate of return, clear, the project will be accepted. But a single project ആകുമ്പോൾ ഈ രീതിയിലാണ് എടുക്കുക. Clear? Then if the calculated ARR is less than the company's target rate of return, the project is totally rejected. അല്ലേ, നമ്മൾ ടാർഗറ്റ് റിട്ടേൺ അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ റിട്ടേൺ, ക്ലിയർ, അതിനേക്കാളും താഴെയാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് റിട്ടേൺ എങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കാം, അത്തരം പ്രോജക്റ്റുകളൊക്കെ ഒഴിവാക്കും. ക്ലിയർ? ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. ക്ലിയർ? എന്താണ് എക്സാമ്പിൾ നമ്പർ 2? ക്ലിയർ? ഇതിൻ്റെ ഒരു രണ്ട് മെഷീനറി അല്ലെങ്കിൽ രണ്ട് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നെങ്കിൽ പ്രോജക്റ്റ് എക്സ് ഉണ്ട്, പ്രോജക്റ്റ് വൈ. ക്ലിയർ? രണ്ട് പ്രോജക്റ്റ് ഉണ്ട്. ഇതിൽ ഏത് പ്രോജക്റ്റാണ് നല്ലതെന്ന് നോക്കണം. കോസ്റ്റ് തന്നിട്ടുണ്ട് 40,000 രൂപ, 60,000 രൂപ. ക്ലിയർ? ദെൻ ഏർണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇയർ തന്നിട്ടുണ്ട് 5,000. ക്ലിയർ? സെക്കൻഡ് ഇയർ 7,000, തേർഡ് ഇയർ 6,000, ദെൻ ഫോർത്ത് ഇയർ 6,000. ക്ലിയർ? ദിസ് ഈസ് ഫോർ എക്സ്. വൈയുടെ കേസിലാണെങ്കിലോ ഫസ്റ്റ് ഇയറിൽ വന്ന് 8,000, സെക്കൻഡ് ഇയറിൽ വന്ന് 10,000, തേർഡ് ഇയറിൽ വന്ന് 7,000 ആൻഡ് ഫോർത്ത് ഇയറിൽ വന്ന് 5,000. ക്ലിയർ? ഇങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആയിട്ടുണ്ടോ ഇല്ല നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴുള്ളൊരു പ്രോജക്റ്റാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേ ഉള്ളൂ, പക്ഷെ നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. ക്ലിയർ? പ്രെഡിക്റ്റ് ചെയ്യണം, ഇത്ര നമ്മൾ സെയിൽസ് നടക്കും, ഇത്ര കോസ്റ്റ് വരും, അതിന് ഇത്ര ലാഭം ഉണ്ടാവും, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്ന പ്രഡിക്ഷനാണിത്. Then calculate ARR of X and Y. X and Yയുടെ ARR കാൽക്കുലേഷൻ. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് ചെയ്യുന്നു, പ്രോജക്റ്റ് ഏർണിംഗ് അല്ലേ, ഏർണിങ്സ് ഓഫ് എ പ്രോജക്ട്സ് എക്സിൻ്റെ ഏർണിങ്സ് നോക്കും. അതിപ്പോൾ എങ്ങനെ എടുക്കും നമ്മൾ ഈ ഏർണിങ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് ഏർണിങ്സ് ആണ് എടുക്കേണ്ടത്. ക്ലിയർ? ആവറേജ് ഏർണിങ്സ് എങ്ങനെ എടുക്കും? അപ്പോൾ നമ്മൾ ടോട്ടൽ ഏർണിങ്സ് എടുക്കുക. അപ്പോൾ ആദ്യം എക്സിൻ്റെ ടോട്ടൽ ഏർണിങ്സ് എടുക്കുക. എക്സിൻ്റെ ടോട്ടൽ ഏർണിംഗ് എന്താ? 5 + 7 + 6 + 6. ക്ലിയർ? അപ്പോൾ എത്ര കിട്ടുക? 24. ക്ലിയർ? 24,000 ആയിരിക്കും കിട്ടുക. സോ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 24,000. അതുപോലെ നെക്സ്റ്റ് എടുക്കുക. ക്ലിയർ? വൈ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഇതുപോലെ ടോട്ടൽ എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,000, 10,000, then 7,000, clear, then 5,000. Clear? So 18,000, then 18 + 7, clear, that is 18, 7, 25, 5, 30,000 രൂപ വരും. ക്ലിയർ?
So it is 30,000. Clear? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് പ്രോജക്റ്റിൻ്റെയും ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിൻ്റെ മാത്രമായിട്ട് എടുക്കണേ അങ്ങനെ എടുക്കുക. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ എടുക്കുമ്പോൾ 24,000 ആണ് കിട്ടിയത്. അപ്പോൾ എത്ര വർഷത്തേക്കാണ് നമുക്ക് ലാഭം കിട്ടുന്നത്? ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, നാലാമത്തെ വർഷം. ശരി, അപ്പോൾ 4 വർഷമായിട്ടാണ് ലാഭം കിട്ടുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റഡ് ലൈഫ് എത്രയാണ്? 4 years ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് റേറ്റ് ഓഫ് ഏർണിങ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആവറേജ് റേറ്റ് ഓഫ് ഏർണിങ്സ് എത്രയാണ്? 24,000 ഡിവൈഡഡ് ബൈ 4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000. ക്ലിയർ? ഓരോ വർഷം വേറെ വേറെ എമൗണ്ട് കിട്ടുന്നെങ്കിലും ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 6,000 രൂപയാണ്. ക്ലിയർ? സോ ടോട്ടൽ പ്രോഫിറ്റ്സ് 24,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000. ഓക്കെ. ദെൻ അതുപോലെ തന്നെയാണ് അടുത്ത് വരുന്നത്. ക്ലിയർ? ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് കോസ്റ്റ് അറ്റ് ദി എൻഡ് ലൈഫ് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? ഇവിടെ സ്ക്രാപ്പ് വാല്യൂ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇത്. ക്ലിയർ? കോസ്റ്റ് ഓഫ് ദി ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് അറ്റ് ദി എൻഡ് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? പിന്നെ കോസ്റ്റ് അറ്റ് ദി എൻഡ് ലൈഫ് ഉണ്ടോ? ഇല്ല, തന്നിട്ടില്ല. വീണ്ടും അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിന് ആവറേജ് ആയിട്ട് മാറി. ആവറേജ് എത്രയാണ്? 20,000. ക്ലിയർ? അപ്പോൾ കുറേ വർഷത്തിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 40,000 രൂപ ഇനീഷ്യലി മുടക്കുന്നതാണ് അല്ലേ? അതിന് ഓൺ ആൻ ആവറേജ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് 20,000 രൂപ വരെ വരും. ക്ലിയർ? സോ 20,000 രൂപയാണ് നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ARRലേക്ക് വരുന്നു. ARR എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് പ്രോഫിറ്റ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ ആവറേജ് പ്രോഫിറ്റ്സിനകത്ത് കിട്ടിയിരുന്നു നമുക്ക് 6,000 രൂപ. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കിട്ടിയിരുന്നു 20,000 രൂപ. അപ്പോൾ 6,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30% കിട്ടും. പിന്നെ 30% ഇവിടെ എന്തായിട്ട് വരുന്നത്? ARR ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ARR കാൽക്കുലേഷൻ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേഷൻ. ക്ലിയർ? അപ്പോൾ ആദ്യം ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിൽ ആവറേജ് പ്രോഫിറ്റിലേക്ക് മാറുന്നു അല്ലേ? രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു. ക്ലിയർ? അപ്പോൾ ദെൻ ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജിൻ്റെ രൂപത്തിൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി പ്രോജക്റ്റ് ബിയുടെ കേസ് നമുക്ക് നോക്കുക. ഓക്കെ. ഇപ്പോൾ ബിയുടെ പ്രോജക്റ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഏർണിങ്സിൻ്റെ ടോട്ടൽ എത്ര ഇട്ടത്? 30,000. എത്രയാണ് വർഷമുള്ളത്? 4 വർഷമാണ് ഉള്ളത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് 30,000 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്ര? 7,500 രൂപ കിട്ടും. 7,500 is the value obtained from a firm. Clear? That is project Y. 7,500 രൂപയാണ് ആവറേജ് ഏർണിങ്സ്. അപ്പോൾ 30,000 രൂപ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ്സ് ഒന്നും ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 4 ചെയ്യുമ്പോൾ 7,500 രൂപ കിട്ടി. ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അത് പഴയ പോലെ തന്നെ നമ്മൾ എയിൽ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ ബിയുടെ പ്രോജക്റ്റിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. അവർക്ക് സ്ക്രാപ്പ് വാല്യൂ ഇല്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കിട്ടും? ദാറ്റ് ഈസ് 60,000 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000 ആയിട്ടാണ് കിട്ടുക. സോ ദിസ് ഈസ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ARRൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുന്നു. സോ ദെർഫോർ ARR ഈക്വൽ ടു ബി എന്ന് പറയുന്ന Y നമ്മൾ നേരത്തെ നോക്കി സെഡ് എന്ന് പറയുന്ന പ്രോജക്ട്സിൻ്റെ എക്സും വൈയും ആണ് വരുന്നത് അല്ലേ? വൈൻ്റെ ARR എന്ന് പറയുന്നത് എത്രയാണ്? 7,500 ഡിവൈഡ് ബൈ 30,000. ഓക്കെ. അപ്പോൾ 7,500 ഡിവൈഡ് ബൈ 30,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25% കിട്ടും. ഓക്കെ. 0.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25% ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ARR കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ മുൻപ് നമ്മൾ നോക്കിയപ്പം എത്ര കിട്ടിയത്? 30% എന്നാണ് കിട്ടിയത്. ക്ലിയർ? സോ 30% ആണ് ARR കിട്ടുക മുൻപ് നോക്കിയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ. So formerly it was 30%, that is 6,000 divided by 20,000. Now it is 7,500 divided by 30,000, that is equal to 25%. ഇനിയിപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? ഏത് പ്രോജക്റ്റ് ആണോ വയബിൾ അല്ലെങ്കിൽ വർക്കബിൾ നമുക്ക് അറിയാൻ പറ്റും. ഏതാണ് നല്ലത്? നമ്മുടെ ഡിസിഷൻ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് എക്സ് ഉണ്ട്, വൈ ഉണ്ട്, രണ്ട് പ്രോജക്റ്റിലെ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇത് 30% ആണ്.
ഇത് 25%. അപ്പോൾ ഏതിനാണ് കൂടുതൽ വെയിറ്റ് കൊടുക്കുക? എക്സിനാണ് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് പ്രോജക്റ്റ് എക്സ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യുക. So on the basis of ARR, project will be executed as it is. ARR is higher than the project. Okay. So one of the basis of ARR, project X will be selected. കാരണം അതിന് ഹയസ്റ്റ് ARR ഉണ്ടെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇതാണ് ARR മെത്തേഡ്. ഇപ്പം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആദ്യം പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത് നോക്കുക. ചിലപ്പോൾ പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നില്ല. ക്ലിയർ? മേ ബി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് EBIT തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കുറയ്ക്കണം, അല്ലേ? അതുപോലെ തന്നെ ടാക്സ് കുറയ്ക്കണം. ദെൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. ആ പ്രോഫിറ്റ് വേണം എടുക്കാൻ. ക്ലിയർ? EBT ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പം നമ്മൾ ടാക്സ് റെഡ്യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ആവറേജ് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് മാത്രം. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ARR മെത്തേഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അല്ലേ? ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. മറ്റുള്ള മെത്തേഡിനേക്കാളും കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അത് ഇത്ര റിട്ടേൺ കിട്ടി, അല്ലേ? അപ്പോൾ ആ രീതിയിൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ. ക്ലിയർ? വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. സോ ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഏർണിങ്സ് ഓഫ് ദ എൻറ്റയർ ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ്. ക്ലിയർ? ഒരു പ്രോജക്റ്റിൻ്റെ മുഴുവൻ ഏർണിങ്സും, അല്ലേ? ലൈഫ് പീരീഡിലുള്ള മുഴുവൻ ഏർണിങ്സും ഇവിടെ എടുക്കുന്നു. പേ ബാക്ക് മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. അവിടെ എന്തുണ്ടാവില്ല? മുഴുവൻ പീരീഡിലുള്ള ഏർണിങ്സും എടുക്കുന്നില്ല എന്നുള്ളത്. അതിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ മെത്തേഡൊക്കെ വരുന്നത്. ക്ലിയർ? ദെൻ ഇറ്റ് കൺസിഡേഴ്സ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലേ? നമ്മൾ നേരത്തെ പറയണ്ടായി ക്യാഷ് ഫ്ലോ മാത്രമേ എടുക്കുന്നുള്ളൂ, പ്രോഫിറ്റബിലിറ്റി നമ്മൾ എടുക്കുന്നില്ല, അല്ലേ? റീക്രൂട്ട്മെൻറ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്തെടുക്കുന്നു? റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി, അല്ലേ? ലാഭക്ഷമത നമ്മളിവിടെ നോക്കുന്നു. ദെൻ പ്രോജക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ക്യാൻ ബി കമ്പയർഡ്. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള പ്രോജക്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും, അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ നോക്കിയുള്ള ക്വസ്റ്റിനിൽ തന്നെ ഒരു പ്രോജക്റ്റിന് 40,000 രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, വേറൊരു പ്രോജക്റ്റിന് 60,000 രൂപയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? പെർസെൻറ്റേജ് രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് കമ്പാരിസൺ എളുപ്പമാണ്. അതല്ലെങ്കിലോ ഒരു വാല്യൂലായിരിക്കും കിട്ടുക, അല്ലേ? ആ വാല്യൂ ചിലപ്പോൾ ദാറ്റ് ഈസ് 60,000 രൂപയുടെ വരുന്നതിൽ ചെറിയൊരു എമൗണ്ട് കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യും എമൗണ്ടൊക്കെ ആകുമ്പോൾ. ക്ലിയർ? പക്ഷെ അതിന് 60,000 രൂപ മുടക്കണം. മറ്റേ പ്രോജക്റ്റിന് 40,000 രൂപ മുടക്കിയാണ് ലാഭം കിട്ടുക. അപ്പം ഇങ്ങനെ പെർസെൻറ്റേജ് രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നതുകൊണ്ട് അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ മേ ബി readily calculated with the help of accounting profit. Clear? Accounting data ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അക്കൗണ്ടിങ് പ്രോഫിറ്റ്, അല്ലേ, സാധാരണ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോസിൻ്റെ കാൽക്കുലേഷൻസ് പോലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. So next we can see about the disadvantages of ARR. Accounting rate of return അല്ലെങ്കിൽ average rate of return മെത്തേഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻ? നമ്പർ 1, ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി, അല്ലേ? ഇതൊരു അൺഅഡ്ജസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതുകൊണ്ട് ഇവിടെ ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലേ? എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റ് കിട്ടുന്നത് അതിനൊക്കെ അതേ ഫിഗറിലാണ് എടുക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ടൈം വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ലിമിറ്റേഷൻ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ the size of the investment required for each project. So second one is it does not differentiate between the size of investment required for each project. ഇപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു 2 പ്രോജക്റ്റിന് A ഉണ്ട് B ഉണ്ട്, അല്ലേ? ഒരു പ്രോജക്റ്റിന് നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ 25% ആണ്, വേറൊരു പ്രോജക്റ്റിന് 20%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A എന്ന് പറയുന്ന പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ക്ലിയർ? കാരണം എന്താ, അതിന് 25% റിട്ടേൺ ഉണ്ടോ എന്ന് വെച്ച് നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കാറില്ല. ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന പ്രോജക്ട്സിന് 5 lakh റുപ്പി വേണം, B എന്ന് പറയുന്ന പ്രോജക്ട്സിന് 2 ലക്ഷം രൂപ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താവും? വ്യത്യാസമുണ്ട്, അല്ലേ? ഇവിടെ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷനായിട്ട് പറയാം. സോ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഫ്ലോ. ക്ലിയർ? മിക്കവാറും എല്ലാ മെത്തേഡും ക്യാഷ് ഇൻഫ്ലോസ് ആണ് എടുക്കുന്നത്, അല്ലേ?
ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും എടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്തെടുക്കുന്നു? അക്കൗണ്ടിങ് പ്രോഫിറ്റാണ് എടുക്കുന്നത്. അതായത് നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കൂടെ അതിലേക്ക് കൺസിഡർ ചെയ്ത് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. ഡിപ്രീഷിയേഷൻ പോലുള്ള എക്സ്പെൻസ് ഒന്നും നോൺ ക്യാഷ് ആണ് അല്ലേ, അതൊന്നും നമ്മുടെ ബിസിനസ് ഒന്നും പോകുന്നില്ല, പക്ഷെ നമ്മളൊരു പ്രൊവിഷനായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ് എടുക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയും. Then it considers only the rate of return and not the life of the project. Clear? ഒരു പ്രോജക്റ്റിന് എത്ര ലൈഫ് ഉണ്ട്, എക്കണോമിക് ലൈഫ് ഉണ്ട് നമ്മളിവിടെ എടുക്കുന്നില്ല, പകരം റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമാണ് എടുക്കുക. ക്ലിയർ? പക്ഷേ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ എയും ബിയും രണ്ട് പ്രോജക്റ്റിനെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പ്രോജക്റ്റിന് 10%, ബി എന്ന് പറയുന്ന പ്രോജക്റ്റിന് 15%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബി പ്രോജക്റ്റാണ് നല്ലത് പറഞ്ഞിട്ട് നമ്മൾ ബി സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷേ എ എന്ന് പറയുന്ന പ്രോജക്ട്സിന് 25 ഇയേഴ്സ് വരെ ലൈഫ് ഉണ്ട്, ബി എന്ന് പറയുന്ന പ്രോജക്റ്റിന് 5 ഇയേഴ്സ് ലൈഫുള്ളൂ. ക്ലിയർ? അപ്പോൾ 25 വർഷം വരെ നമുക്ക് 10% റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. ബിയിലോ 5 വർഷം വരെ 15% കിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ ഈ നമ്പർ ഓഫ് പീരീഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ്, എക്കണോമിക് ലൈഫ് ഓഫ് എ പ്രോജക്റ്റ് നമ്മളിവിടെ എടുക്കുന്നേ ഇല്ല. പകരം എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഹയസ്റ്റ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഇത് പലപ്പോഴും റോങ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ദി റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് നോട്ട് ദി life of the project, and it ignores the fact that profit can be reinvested. അല്ലേ, പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഘടകമുണ്ട്, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലേ, നമുക്ക് ലാഭം ഒരു വർഷം കിട്ടി, അതിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം, അതിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാം. ഓരോ വർഷം കിട്ടുന്ന ലാഭത്തിന് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മളിവിടെ എടുക്കുന്നില്ല. ക്ലിയർ? എല്ലാ വർഷവും പ്രോഫിറ്റ് കിട്ടുന്നു, അങ്ങനെ കിട്ടുന്നുള്ളൊരു അസംഷനിൽ മാത്രമേ നമ്മൾ എടുക്കുന്നു. ക്ലിയർ? സോ ഇറ്റ് ഇഗ്നോർസ് ദ ഫാക്ട് ദാറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി റീഇൻവെസ്റ്റ്. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഇങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലിമിറ്റേഷൻ. ക്ലിയർ? സോ ARR അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിൽ വേറെയും ചില റിഫൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ വേറെയും ചില തരത്തിലുള്ള ഭേദഗതികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ചില അവസരത്തിൽ ടോട്ടൽ പ്രോഫിറ്റ്സിനെ എടുത്തിട്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പെർസെൻറ്റേജ് കളയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആവറേജ് പ്രോഫിറ്റ്സ് എടുത്തിട്ട് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്ന, ആവറേജ് പ്രോഫിറ്റ്സിനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ആ രീതിയിൽ എടുക്കാറുണ്ട്. അതുപോലെ ആവറേജ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് സ്ക്രാപ്പ് വാല്യൂ മാത്രം മൈനസ് ചെയ്തിട്ട് ആവറേജ് എടുക്കാതെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്ന റേറ്റ് ഉണ്ട്. അങ്ങനെ പല രീതിയിലും റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ വേരിയൻസിനെ കുറിച്ച് നമുക്ക് ഒരു പ്രോബ്ലവുമായിട്ട് പിന്നീട് ഒരു സമയത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിലുള്ള ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രീതിയിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും ആവറേജ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ ക്ലിയർ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷനായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക.